നിങ്ങൾ ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ക്ലാസ് ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2025 നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചും ഇതിന്റെ എക്സാമിന്റെ എക്സ്പെക്റ്റഡ് ഡേറ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പല പ്ലാറ്റ്ഫോമുകളിലും കണ്ടിട്ടുണ്ടാവും ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, കോഴ്സസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ എക്സാം എന്ന് പറയുന്നത് 2025 കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് തുടങ്ങിയ രീതിയിലുള്ള സംശയങ്ങൾ പല സ്ഥലത്തു നിന്നും വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ എപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ എക്സാമിനേഷൻ ഏറ്റവും അവസാനമായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2021 ഓക്കെ, 2021 ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ ലാസ്റ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ എക്സാമിനേഷൻ്റെ ഇൻ്റർവ്യൂസും ബാക്കി പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 2022 നവംബറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2022 നവംബർ 11 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഈ ലിസ്റ്റിൽ നിന്ന് ഇതിനോടകം എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതായത് 95 ആളുകൾക്ക് ഇതിനോടകം എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ 95 വേക്കൻസീസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 95 ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ലിസ്റ്റ് തന്നെയായിരുന്നു ലെക്ചർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നവംബർ 2022. അപ്പോൾ 2023 നവംബർ ആകുന്ന സമയത്ത് ഒരു വർഷം പൂർത്തീകരിക്കും. 2024 നവംബർ ആകുന്ന സമയത്ത്, അതായത് ഈ കഴിഞ്ഞ മാസത്തോടു കൂടി 2 വർഷം ഈ ലിസ്റ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2025 നവംബർ വരെ ആയിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ 95 വേക്കൻസികൾ വന്നിട്ടുള്ള ഈ പോസ്റ്റിലേക്ക് ഇനിയും ഒരുപാട് അഡ്വൈസുകൾ വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് 100-ലധികം അഡ്വൈസുകൾ പോയിട്ടുള്ള ഇലക്ട്രോണിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആയിട്ട് ലെക്ചർ പോളിടെക്നിക് മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. സോ അത്രയും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത സംശയം എന്ന് പറയുന്നത്, 2025 നവംബർ വരെ നമ്മുടെ മുന്നിൽ ഈ പറഞ്ഞിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് ഉള്ള സ്ഥിതിക്ക് വീണ്ടും ഒരു എക്സാം നടത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനോടകം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ എക്സാംസുകൾ റീസെൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയതിൻ്റെ ഉടനെ തന്നെ അടുത്ത എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് 2025 എക്സ്പയർഡ് ആവാൻ പോകുന്ന ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിൻ്റെ 6 മാസം മുന്നേ തന്നെ ഈ ഒരു എക്സാമിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം PSCയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് മുൻപത്തേതിൽ നിന്നും വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കടന്നുവരവോടുകൂടി ഒരുപാട് ആളുകൾക്ക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് പോളിടെക്നിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വളർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. കൂടുതൽ ആളുകൾക്ക്, കൂടുതൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് ടീച്ചിങ് മേഖലയിൽ, അതായത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഒരുപക്ഷെ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന് ലഭിക്കാവുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ലെക്ചർ ഇൻ പോളിടെക്നിക് മാറുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല. ലെക്ചർ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അത്തരം ആളുകൾ മാത്രമേ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവൂ. 2025 തന്നെ ഈ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത അത്രയും കൂടുതലാണ്. ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ 2025 തന്നെ എക്സാം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. സോ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുകയാണെങ്കിൽ 2025 നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സുവർണ്ണ ജോലി തന്നെയാണ്. ഈ അവസരം ഏറ്റവും മികച്ച അവസരമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ലെക്ചർ ഇൻ പോളിടെക്നിക് കോഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യേണ്ട എഫക്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. That's all for today. Thank you.